ഈ കിളികളുടെ ഭാഷ നമുക്കും മനസ്സിലായിരുന്നെങ്കിൽ അല്ലേ? അല്ലെങ്കിൽ വേണ്ട, ആ കിളിയാണെ ചീത്ത വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇത് കരിയിലക്കിളിയാണ് കേട്ടോ. കുറച്ച് സമയം ഞാനതിനെ നോക്കിയിരുന്നു. പക്ഷെ ഇതല്ല ഇന്നത്തെ വിഷയം. ദാ ഈ സപ്പോട്ടയാണ്, ഈ അരിയിൽ കിടക്കുന്ന സപ്പോട്ട. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പഴുക്കാൻ കൊണ്ടിട്ടതാണ്. ഇവനെ ഞാനിങ്ങ് എടുക്കാം. പിന്നെ ഡയറ്റൊക്കെ അല്ലേ, അതുകൊണ്ട് പഞ്ചസാരയ്ക്ക് പകരം തേനെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൽ കുറച്ച് പേര് ചാടി ചത്തേക്കുന്നു. അവരെ വെയിലത്ത് കൊണ്ട് ഞാനങ്ങ് ഇരുത്തി. പിന്നെ തണുത്ത കുറച്ച് പാൽ ഐസാക്കി വെച്ചിരുന്നതുണ്ടായിരുന്നു, അതെടുത്തു. അത് മിക്സിയിലിട്ടു, സപ്പോട്ടയുടെ തോട് കളഞ്ഞു, അതും ഇട്ടു, തേനും ഒഴിച്ചു. പക്ഷേ അവസാനം ഞാൻ പഞ്ചസാര ഇട്ടു കേട്ടോ. ഡയറ്റൊക്കെ ആണെങ്കിലും ഇതൊക്കെ കുടിക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര ഇല്ലാതെ ഒരു രസമില്ല. അപ്പം ഇതടിച്ച് ഒരു വലിയ ഗ്ലാസ്സിലാക്കി ഞാൻ എടുത്ത് കുടിക്കുകയാണ്. മൈ ഗോഡ്, വളരെ ടേസ്റ്റായിരുന്നു ഇത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് സപ്പോട്ട. ഒരു സപ്പോട്ടയ്ക്ക് ഞാനൊരു 1/4 കപ്പ് പാലേ എടുത്തിട്ടുള്ളൂ. എങ്കിലും ഒന്നും പറയാനില്ല. എൻ്റെ അന്നേരത്തെ ആ ഒരു കുടിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് കണ്ടിട്ട് എനിക്ക് തന്നെ ഇപ്പോൾ ചിരി വരികയാണ്. ഞാനൊരു ഫുഡിയാണ്. നല്ല ഫുഡ് കിട്ടുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോഴും അന്നേരം കുടിച്ച ആ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, വളരെ ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടുമാണ് സപ്പോട്ട. ഓക്കെ, ബൈ.